അതെ, നമ്മൾ പൂളിൽ പോവാണ്. അൻവിയുടെ കുറേ നാളത്തെ ആഗ്രഹമാട്ടോ പൂളിൽ കളിക്കണം എന്നുള്ളത്. പൂളിൽ മേടിക്കാനാണ് കുറച്ച് നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളതിന് പകരമായിട്ട് നമ്മളിത് ഹാങ് ഔട്ട് പ്ലേ വേൾഡിൽ വന്നിരിക്കുക കേട്ടോ. അപ്പോൾ ഈ ഗുഹ പോലെയുള്ളൊരു എൻട്രൻസ് ആണ് ഫസ്റ്റ്. നമ്മൾ അതിനകത്തോട്ട് കയറുമ്പോൾ നമ്മൾക്ക് എൻട്രി ഫീസ് ഉണ്ട്, 100 രൂപയായിട്ട് എൻട്രി ഫീസ്. അപ്പോൾ അതൊക്കെ അടച്ച് നമ്മൾ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ ചെറിയൊരു പാർക്കല്ല കേട്ടോ, അത്യാവശ്യം നല്ല വലിയൊരു പാർക്ക് തന്നെയുണ്ട് അവിടെ. പക്ഷേ കുട്ടിക്ക് അതൊന്നും വേണ്ട, കുട്ടിക്ക് പൂള് മതി. അപ്പോൾ അവൾ അവിടെ ഒന്നും കളിക്കാതെ ജസ്റ്റ് അവിടെ നിന്ന് കണ്ട് പൂള് കണ്ടുപിടിച്ച് അവൾ അങ്ങോട്ടോടി ചെന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത് അവിടെ 190 രൂപ ചാർജ് ചെയ്യണം. അപ്പം 190 രൂപയൊക്കെ കൊടുത്ത് ഫീസൊക്കെ കൊടുത്ത് നമ്മൾ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേന് ഉള്ളൊരു പ്രശ്നം പേടിയാണ്. അവൾക്ക് അതിൻ്റെ അപ്പുറത്തോട്ട് പോകാൻ പേടിയാണ്. നമ്മൾ ഈ ഇറങ്ങിയെടുത്ത് തന്നെ നിന്ന് കളിക്കുകയാണ്. കാരണം അവിടെ കുറച്ച് വെള്ളം ഇത് മുകളിലിങ്ങനെ നിറഞ്ഞു വരുന്നുണ്ട്, അത് താഴോട്ട് ഒഴിക്കും. അപ്പോൾ ഒരു ഭയങ്കര ശക്തിയിൽ ആ വെള്ളം വരുന്നത് കൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കര പേടിയാട്ടോ. അപ്പം കുറേ നേരത്തേന് ആ ഒരു സ്പേസിൽ തന്നെ നിന്നങ്ങ് കളിച്ചു പുള്ളിക്കാർ. ആ ഒരു ചെറിയ സ്ലൈഡിലൊക്കെ കയറി കളിച്ച് ഊർന്നിറങ്ങി ചാടിയും തുള്ളിയൊക്കെ അവിടെ തന്നെ ഇരുന്ന് കളിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് പേടിയൊക്കെ മാറി. ഞങ്ങൾ തന്നെ പതുക്കെ അവളെ അവിടെ അപ്പുറത്തോട്ട് കൊണ്ടുപോയി. അവിടെ പേടിയൊക്കെ മാറി കഴിഞ്ഞ് പിന്നെ തകർക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ ഞാൻ എന്ത് ചെയ്തു, ഒരു ഫിഷ് പാങ് എടുത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യാനിരുന്നു. അപ്പോൾ അത് ചെയ്യാൻ 100 രൂപ വേറെ ചാർജ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങളിതേ അവിടെ പേരൻസിന് ഇരിക്കാനായിട്ട് ബെഞ്ചും ഊഞ്ഞാലൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ അവിടെ കയറിയിരുന്ന് ഞങ്ങൾ ഊഞ്ഞാലടി കേട്ടോ ഗൈസ്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേന് പിന്നെ ഒരു വിധത്തിൽ അവളെ പിടിച്ചിറക്കി. നമുക്ക് ബാഗും ചെരുപ്പും ഒക്കെ വെക്കാനുള്ള സ്പേസ് വേറെയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ടോയ്ലറ്റും ഡ്രസ്സ് മാറാനുള്ള ഏരിയയൊക്കെ വേറെ സെപ്പറേറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ സ്റ്റേജിൽ ചെറിയ എന്തൊക്കെ ഒരു പ്രോഗ്രാംസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ചെറിയ പാട്ടും പ്ലേ ഗെയിംസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ വെളിയിൽ കഴിഞ്ഞപ്പോൾ കോട്ടൺ ക്യാൻഡി വേണം. അപ്പോൾ പിന്നെ അതൊക്കെ മേടിച്ച് നല്ല നീറ്റാട്ടോ. എല്ലാവരും ഭയങ്കരമായിട്ട് എന്തെങ്കിലുമൊക്കെ വീണാൽ തന്നെ അന്നേരം തൂത്തൊക്കെ ഇടുന്നുണ്ട് തുടച്ചെന്നൊക്കെ. പിന്നെ നമ്മളിത് ഇവിടെ കയറിയിട്ടൊരു ഷവർമ കഴിച്ചിട്ട് ചുമ്മാ അതുവഴി നടന്നു കേട്ടോ. നല്ല വൈബ്, നല്ല രസമുണ്ടായിരുന്നു അതുവഴി നടക്കാനായിട്ട്. ഫുള്ള് ഒരു ഫുഡ് സ്ട്രീറ്റിൽ കൂടെ നടക്കുന്ന പോലെ ഫുള്ള് ഫുഡ് അത് തന്നെ. പക്ഷെ നമ്മൾ ഷവർമ കഴിച്ചിട്ടുണ്ട്, നമ്മൾ വേറെ കഴിച്ചാൽ അത് ഈ അകത്തോട്ട് വരുമ്പോഴത്തേന് ഫുൾ സ്പേഷ്യസ് ആയിട്ട് കുറേ സീറ്റിംഗ് ഇതൊക്കെ വെച്ചിട്ട് കുറേ കടകൾ, ഭയങ്കര രസമുണ്ട്. നല്ല ഫുഡ്സ് കഴിക്കാൻ ആഗ്രഹമുള്ളവർ ഇങ്ങോട്ട് വന്നാൽ കിട്ടും. പിന്നെ നമ്മൾ അവസാനമായിട്ട് സെയിൻറ്റ് ലബാനയിൽ നിന്ന് നമ്മളുടെ ഒരു എന്തോ ഒരു സാധനം അത് മേടിച്ച് അൻവിയെ പിടിച്ച് വലിച്ച്, അവൾക്ക് ഇനിയും പൂളിറങ്ങണം എന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ച് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നു ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. ഓക്കെ.